വിജയേട്ടൻ ഒരു നല്ലൊരു മനുഷ്യനാണ്. ഒരു ഇല്ലാത്തവർക്ക് സഹായം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് വിജയേട്ടൻ. പണ്ടേ സാധാരണ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങേയറ്റം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ മറ്റുള്ളവർക്ക് അത്ഭുതമാണ്. എന്നെ കാറ് കയറ്റും, അപ്പോൾ കീഴറി എത്തുമ്പോൾ ശശിയേട്ടനും കയറും ആടുന്ന്. ഈ ശശിയേട്ടനില്ലേ, വിജയേട്ടൻ നമ്മളെ പോലെയുള്ള ആളുകളെ രക്ഷിതാവാണ്. അതിലപ്പുറം എന്താണ് വിജയേട്ടനെ പറ്റി നമ്മൾ പറയേണ്ടത്? വിജയേട്ടൻ സാധാരണക്കാർക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ. ജനങ്ങൾ കുറേ കാലമായി താലോലിച്ച് വരുന്ന ആദർശങ്ങളുണ്ടല്ലോ, അത് ചില നേതാക്കന്മാർ കളഞ്ഞു കുളിച്ചു കഴിഞ്ഞാലും കഴിഞ്ഞാലും അതിൽ പ്രതീക്ഷ നഷ്ടപ്പെടാതെ ജനങ്ങളുണ്ട്. വിജയേട്ടൻ ശുദ്ധമായ മനുഷ്യനാണ്. ശുദ്ധമായ മനുഷ്യനാണ്, മനുഷ്യനാണ്, കളവത്തരം ഇല്ലാത്ത മനുഷ്യനാണ്. കളവില്ലാത്ത മനുഷ്യനാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? നമുക്ക് അറിയുന്നുണ്ട്. നമ്മൾ നാട്ടുകാരനല്ലേ. ഇനിയൊരു 10 വർഷം കൂടി ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. വിജയൻ പറയുമ്പോൾ നമ്മുടെ പിണറായിക്കാർക്കുള്ള ഒരു വികാരം തന്നെയാണ്. പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. റോഡ് വികസനം, ആശുപത്രി വികസനം, വിദ്യാഭ്യാസ സ്ഥാപനം, ഇതെല്ലാം നമ്മളെ കണ്ണിന് മുമ്പ് കാണുന്നില്ലേ. വിജയേട്ടൻ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് എപ്പോൾ എല്ലാത്തിനും ഒരു ഉപകാരം ചെയ്യുന്ന ഒരാളാണ്. വർഗീയ കലാപത്തിനെല്ലാം, തലശ്ശേരി കലാപത്തിനെല്ലാം വേണ്ടി മുൻപ് ഇറങ്ങിയ ഒരു മനുഷ്യനാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അയൽവാസിയാണല്ലോ. അയൽവാസി അതിപ്പോ എന്നാ പറയാന്ന് ചോദിക്കണം. അയൽവാസിയെ സംബന്ധിച്ചോളം, എന്നെ സംബന്ധിച്ചോളം നല്ല ഇതന്നെ. ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടുക, അതായത് പാവപ്പെട്ട ജനങ്ങൾ, സാധാരണക്കാർ ജനങ്ങൾ. മുഖ്യമന്ത്രി ഗാംഭീര്യം വേണം എന്ന് ഞാൻ പറയുമ്പോ വിജയേട്ടന് ഗാംഭീര്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. മനക്കരുത്തുന്നു. ഇത് നാട്ടിലുള്ള ആളായത് കൊണ്ടാണല്ലോ, നല്ല കാര്യം ചെയ്തത് കൊണ്ടാണല്ലോ അങ്ങനെ പറയാൻ കാരണം. വിജയേട്ടൻ സൂപ്പർ. എന്തുകൊണ്ടാ സൂപ്പർ എന്ന് പറയുന്നത്? സൂപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാം സ്ട്രിക്റ്റ്, അതെ കറക്റ്റ്. നാട്ടിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. തെറ്റിയേറ്റാൽ അപ്പടും ഇതായിക്കളി. അതേ രാഷ്ട്രീയക്കാരനായി ശരി ആരായി, അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു വിജയേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ എന്താ പറയുക, നാടിൻ്റെ ഏറ്റവും വലിയൊരു നമ്മുടെ ക്യാപ്റ്റൻ തന്നെ പറയാം. അപ്പോൾ ജീവിതവും സ്വപ്നങ്ങളും എല്ലാം പാർട്ടിക്ക് വേണ്ടി കൊടുത്ത ഒരാളാണ് പിണറായി വിജയൻ എന്നാണ് ഒരു പിണറായിക്കാരൻ എന്ന നിലയിൽ എനിക്ക് പറയാം. നിങ്ങളൊരു മിലിറ്ററിക്കാരാണെന്ന് പറഞ്ഞു അല്ലേ? വീണ്ടും ഈ മുഖ്യമന്ത്രി വരണം എന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു? ആഗ്രഹിക്കുന്നില്ല, ഇവിടെ ഒരുപാട് വികസനങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളൊരു മിലിറ്ററിക്കാരനായതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഭരണം പോലെ അടുത്തെങ്ങും ഇത്തരം ഒരു ഭരണം കേരളത്തിൽ കാഴ്ചവെച്ചില്ല എന്ന് എനിക്ക് എടുത്തു പറയാൻ കഴിയും. നമസ്കാരം, പീപ്പിൾ വോയിസ് കേരളയിലേക്ക്. ആർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ലഭിച്ചത്. നീണ്ട 10 വർഷമാണ് മുഖ്യമന്ത്രി കസേരയിൽ തുടർന്ന് തന്നെ ജനങ്ങൾ കയറ്റിയിരുത്തിയത്. പിണറായി വിജയൻ ഇനിയും കേരളം ഭരിക്കണോ? ഞാനിപ്പോൾ നിൽക്കുന്നത് പിണറായിലാണ്, പിണറായി വിജയന്റെ സ്വന്തം തട്ടകമായ പിണറായിയിൽ. ഇനി പിണറായിക്കാരുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. നീണ്ട 10 വർഷമാണ് ജനങ്ങൾ പിണറായി വിജയൻ സാറിന് ശരിക്കും ഈ കേരളം ഏൽപ്പിച്ചത്. ആർക്കും ഏൽപ്പിച്ചില്ല 10 വർഷം. ഇല്ലല്ലോ. പിണറായിക്കാരൻ എന്നുള്ള ഒരു നിലയ്ക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും 10 വർഷം എന്ന് പറഞ്ഞാൽ ആ ഒരു 10 വർഷത്തെ കാലഘട്ടത്തിലെ കാര്യങ്ങൾ ഓരോ ജനങ്ങളും മനസ്സിലാക്കണം. അതനുസരിച്ചിട്ട് അവർ ബുദ്ധിപരമായിട്ടും ചിന്താപരമായിട്ടും നല്ല രീതിയിൽ അതിൻ്റെ ഒരു റിസൾട്ട് അവർ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പിണറായിക്കാരൻ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നാട്ടുകാരൻ എന്നതിൽ അതിൽ നമുക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇനി ഇതൊരു വീണ്ടും ഒരു 5 വർഷത്തേക്ക് തുടരാനുള്ള ഒരു അവസരം എല്ലാ ജനങ്ങളും കൂടി സൃഷ്ടിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയാണ് ശരിക്കും ഈ പിണറായി ഇത്രയേറെ ജനങ്ങളുടെ മുന്നിൽ എത്തി, പിണറായി എന്നുള്ള സ്ഥലത്തെ വരെ അല്ലെ. ആരായിരുന്നു ശരിക്കും പിണറായി വിജയൻ? അദ്ദേഹം ഇവിടെ പാർട്ടീനെ അതിന്റെ ആദ്യ കാലഘട്ടം മുതലേ പാർട്ടിക്ക് വേണ്ട പ്രവർത്തനങ്ങളും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് അത്രമാത്രം ചോരയും നീരും കൊടുത്ത് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. മുഖ്യമന്ത്രി, പാർട്ടീന്റെ പിന്നെ സംസ്ഥാന നേതാവ് എന്നല്ല അതിന്റെ ശേഷം വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജീവിതവും സ്വപ്നങ്ങളും എല്ലാം പാർട്ടിക്ക് വേണ്ടി കൊടുത്ത ഒരാളാണ് പിണറായി വിജയൻ എന്നാണ് ഒരു പിണറായിക്കാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. വീണ്ടും 3ാം തവണയും കേരളം ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? തീർച്ചയായിട്ടും. കാരണം അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ സഖാവ് അത് അർഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് അർഹിക്കുന്നുണ്ടെന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ പ്രവർത്തനം സംസ്ഥാനത്തിനും ഭരണപരമായിട്ടും നാട്ടുകാർക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് അദ്ദേഹം അറിയിക്കുന്നു. വിജയേട്ടൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയായി ഈ കൊല്ലത്തിൽ. എനിക്ക് ഇപ്പോൾ 69 വയസ്സായി. ഈ വയസ്സിലെടുത്ത് കണ്ടത് ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ സമ്മർ മേഖലകളിലുള്ള വികസനങ്ങൾ, ആ വികസനങ്ങളിൽ നമ്മൾ എവിടെ ചെന്ന് നോക്കിയാൽ ആസ്പത്രികളാകട്ടെ, ഹൈസ്കൂളുകളാകട്ടെ, റോഡുകളാകട്ടെ, അങ്ങനെ പല ഭാഗത്തും നല്ല വികസനമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാക്കി വരണം എന്നാണ് നമ്മളെ പോലത്തെ ആളുകൾ ആഗ്രഹം. നിങ്ങളുടെ ഒരു ഏകദേശം പ്രായം ഉണ്ടാവുമോ മുമ്പർക്ക്? എല്ലാഘട്ടം പ്രായമുണ്ട്. ആണോ? നിങ്ങൾക്ക് ഒരു സുഹൃത്താണോ? സുഹൃത്തല്ല, കണ്ടാലറിയാം. എങ്ങനെയാണ് വിജയേട്ടൻ? വിജയേട്ടൻ എന്ന് പറഞ്ഞാലും പിന്നെ ഒരു മനുഷ്യത്വമുള്ള ആളാണ്. മറ്റ് പ്രചരണങ്ങളെല്ലാം ഉണ്ടെങ്കിലും വിജയേട്ടനായി നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല നല്ല നിലയ്ക്ക് എല്ലാവരോടും പെരുമാറുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് പുറമേ കാണുമ്പോൾ വിചാരിക്കും ഇയാൾ അതറിയാതെ ആളുകൾ പറയുന്നു. അല്ല, മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്
നല്ല രീതിയിലേക്കുള്ള ഒരു ഗാംഭീര്യം വേണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവൂല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് പല രീതിയിലേക്കും തളർന്നു പോകുന്ന, പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വലിയ പ്രശ്നമാവും. മുഖ്യമന്ത്രി കുറച്ച് ഗാംഭീര്യം വേണം എന്നുള്ളതാണ്. ആ മുഖ്യമന്ത്രി ഗാംഭീര്യം വേണം എന്ന് ഞാൻ പറയുമ്പോൾ വിജയേട്ടന് ആ ഗാംഭീര്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ മനക്കരുത്തുണ്ട്. ആ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നേരിടേണ്ട ഒരു മനക്കരുത്ത് ആദ്യമേ ഉണ്ട്. വിജയേട്ടൻ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ വിളിക്കല് വിജയേട്ടനാണോ? നമ്മളും വിജയേട്ടൻ വിജയേട്ടനെ വിളിക്കുക. അത്രയും രീതിയിലേക്ക് ജനങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. നിങ്ങൾ പരിസ്ഥിതി ആരോട് ചോദിച്ചാൽ എന്നാലും ചില ആളുകളെ എതിരെ അഭിപ്രായം പറയും. അത് പിന്നെ കണക്കിലെടുക്കേണ്ട അല്ല, എതിരഭിപ്രായം ഉണ്ടാകുമ്പോൾ മാത്രമേ മനുഷ്യ ജീവിതം മുന്നോട്ട് പോകും. ഉണ്ടാവും. പക്ഷെ നമുക്ക് നേരിട്ട് അറിയുന്നതുകൊണ്ടാണ് നമ്മളിത് പറയേണ്ടത്. നിങ്ങൾക്കൊക്കെ നല്ല സഹായം ചെയ്തിട്ടുണ്ടോ? ജനങ്ങൾക്ക് നല്ല സഹായമുണ്ട്. ഈ ഗവൺമെന്റ് മുഖാന്തരം തന്നെ സഹായമുണ്ട്. ഞാനിപ്പം വാർദ്ധക്യാല പെൻഷൻ മേടിക്കുന്ന ഒരാളാണ്. ഇപ്പം 2000 രൂപ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണത്തിൽ 18 മാസം പെൻഷൻ കിട്ടാണ്ട് നിന്നിട്ടുണ്ട്. നമുക്കല്ല ഉണ്ട്. എന്നിട്ട് ഇപ്പം കൃത്യമായിട്ട് നമുക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. വിജയേട്ടൻ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അതാണ് അയാളുടെ കഴിവ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ പല നല്ല കാര്യങ്ങളും കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. ഇത്ര നല്ലൊരു ഗവൺമെന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല. ഇനി വീണ്ടും മൂന്നാമത് തവണ കൂടെ വരണം എന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്, ആഗ്രഹമുണ്ട്. അല്ലേ? വിജയേട്ടനായിട്ട് പരിചയമുണ്ടോ നിങ്ങൾ? വിജയേട്ടൻ നേരിട്ട് പരിചയമുണ്ട്. എന്താണ്, ആരാണ് വിജയേട്ടൻ? എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പ്ലസ് പോയിന്റ്? വിജയേട്ടൻ പണ്ടേ സാധാരണ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ്. അതാണ് അയാളുടെ കഴിവ്. സുഹൃത്താണോ നിങ്ങളുടെ? സുഹൃത്തല്ല, രാഷ്ട്രീയമായിട്ടുള്ള ബന്ധം. രാഷ്ട്രീയമായിട്ടുള്ള ബന്ധം. അതെ. ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രശ്നവുമായി അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്നാൽ അദ്ദേഹം എത്രയും പെട്ടെന്ന് നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണോ? അയാൾ വളരെ ആലോചിച്ചിട്ട് ന്യായമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കും. അതാണ് അതിന്റെ മറുപടി. അതെ അല്ലേ? അതെ. കൃത്യമായ ലെവലിലേക്ക് പോകുന്നു. അതെ. മൂന്നാമത് ഒരു വർഷവും നിങ്ങൾ പിണറായിക്കാരനാണ്, നിങ്ങൾ ബന്ധമുണ്ടെന്ന് പറയുന്നു. മൂന്നാമത് ഒരു തവണയും കൂടെ അദ്ദേഹം വരണമെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? എന്നാലേ ഇന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളും ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. മറ്റൊരു ഗവൺമെന്റ് വന്നാൽ ഒരു രക്ഷയും കിട്ടും. ഇന്ന് ഉള്ളതും കൂടി പോകും. ആരാണ് വിജയേട്ടൻ? വിജയേട്ടൻ നമ്മൾ പിണറായിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ രക്ഷിതാവാണ്. അതിലൊന്നും യാതൊരു സംശയമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ നമ്മളെ അനുഭവത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളാണ് പറയും. പല കാര്യങ്ങളും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്, ഇനി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം മൂന്നാമതും ഒരു തവണയും കൂടെ വരണോ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? അതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം വരും, അദ്ദേഹം മുഖ്യമന്ത്രിയാവും. ആണ്. അതിലൊന്നും യാതൊരു സംശയം. വിജയേട്ടനെ ശരിക്കും നിങ്ങൾ പേഴ്സണലി ബന്ധമുണ്ടോ? ഓ, തീർച്ചയായിട്ടും. ആരാണ് അദ്ദേഹം? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത? ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോലുള്ള ആളുകളെ രക്ഷിതാവാണ്. അതിലപ്പുറം എന്താണ് വിജയേട്ടനെ പറ്റി നമ്മൾ പറയേണ്ടത്? അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമൊക്കെ എങ്ങനെയാ? ഒരാളോട് പെരുമാറുന്ന സ്വഭാവമൊക്കെ നമ്മൾ ഈ മീഡിയയിൽ കാണുന്ന ഈ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടോ? അങ്ങനത്തെ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഏതൊരാൾക്കും എന്ത് കാര്യവും പോയിട്ട് പറയുക. ശരിയായ കാര്യമാണെങ്കിൽ അത് അദ്ദേഹം ചെയ്തു കൊടുക്കും. അതിലൊന്നും യാതൊരു സംശയം. വിജയേട്ടൻ വരും എന്നാ പറയുന്നത്. നമ്മളെ എന്നെ പോലെയുള്ള ആളുകളെ അനുഭവത്തിൽ നിന്ന് പറയാം. വിജയേട്ടൻ വരും എന്നാ പറയുന്നത്. വീണ്ടും തീർച്ചയായിട്ടും. ഈ വിജയേട്ടനോട് അങ്ങോട്ട് നോക്കി പറയാം. വിജയേട്ടനോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത്രയും കാലം 10 വർഷം ജനങ്ങൾ നെഞ്ചിലേറ്റുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വിജയേട്ടൻ ചെയ്തു തരുന്നുണ്ട്. ഇനി കൂടുതലായിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പറയേണ്ടത്, നമ്മളെ മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടത് ചെയ്തു തരുന്ന നമ്മളൊരു നേതാവാണ്. തലശ്ശേരിയിൽ നടന്നൊരു വർഗീയതകളുണ്ട്. അക്കാലം മുതൽ ഇങ്ങോട്ട് എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തെ നെഞ്ചിലേറ്റ് നടക്കുന്ന ഒരു നേതാവാണ് വിജയേട്ടൻ. തലശ്ശേരി ഒരു വർഗീയതകൾ നടന്ന കാലഘട്ടമുണ്ട്. അതൊക്കെ ഒന്ന് പഴയ തലമുറകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. വിജയേട്ടൻ്റെ പഴയ വീട് എൻ്റെ വീടിൻ്റെ ഒരു 2 വീട് ബാക്കിലാണ്. ഞാൻ ചെറിയ പ്രായത്തിൽ ഉള്ളപ്പോഴേ അറിയാം വിജയേട്ടനെ സംബന്ധിച്ചിട്ട്. വിജയേട്ടൻ്റെ ഒരു തൻ്റെയോടുള്ളൊരു നേതാവാണ്. കാരണം തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാകും. അങ്ങനെയുള്ളൊരു ജനകീയനായിട്ടൊരു നേതാവാണ്. എന്താണ് ഈ ഭരണത്തെക്കുറിച്ച്, നിങ്ങളുടെ വിജയേട്ടന്റെ ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഭരണത്തെക്കുറിച്ച് മോശമൊന്നും ഇല്ല. ഇനി വീണ്ടും ഒരു തവണയും കൂടെ വിജയേട്ടൻ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലൊരു വീണ്ടും മാറ്റങ്ങളുണ്ടോ? വീണ്ടും മാറ്റങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ല, മാറ്റങ്ങൾ പല കാര്യങ്ങളും നമ്മൾ ഈ ധർമ്മട മണ്ഡലത്തിൽ തന്നെ വലിയ വികസനങ്ങളാണ് നടന്നിട്ടുള്ളത്. ധർമ്മട മണ്ഡലത്തിൽ ഓരോ ഭാഗത്ത് പോയി ചെന്ന് കഴിഞ്ഞാൽ അറിയാം കാര്യങ്ങൾ. വളരെയധികം മാറ്റങ്ങളാണ്. ചെറുപ്പം മുതലേ നിങ്ങൾ അറിയാ എന്ന് പറയുന്നു. വിജയേട്ടൻ എങ്ങനെയാണ്? വിജയേട്ടൻ പക്ഷെ കുറച്ച് വളരെ ഗൗരവമുള്ളവരാണ്.
അങ്ങനെയാണ് സ്വഭാവം. അങ്ങനെയാണ് ചെറുപ്പം മുതൽ അറിയുന്നതാണ്. അറിയുന്നതാണ്. ഗൗരവമുണ്ട്. ഭയങ്കര ഗൗരവത്തിലായി. പിന്നെ വേറെ എന്താണ്? ഞങ്ങളോടൊക്കെ നല്ല ഇതാണ്, സ്നേഹത്തിലാണ്. ഞാൻ ആർട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ വിജയാട്ടൻ, ഞാൻ ചെറുപ്പത്തിൽ അപ്പോൾ ഒരു 18 വയസ്സുണ്ടാവും. അന്ന് വിജയാട്ടനോട് കാറിൽ പോകും. ഒരു അംബാസഡർ കാറുണ്ട്, ജില്ലാ സെക്രട്ടറി ആണ്. അപ്പോൾ വിജയാട്ടൻ അങ്ങനെ അധികം ആളായിട്ട് അങ്ങനെ ബന്ധപ്പെടില്ലല്ലോ, സംസാരിക്കൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവും, പിണറായി ഉണ്ടാവും. അപ്പോൾ എന്നെ മാത്രം വിളിക്കും, രാജീവ വരുന്നോ ചോദിക്കും. വരുന്നു ചോദിക്കും. അപ്പോൾ മറ്റുള്ളവർക്കെല്ലാം അത്ഭുതമാണ്. എന്നെ കാറ് കയറ്റും. അപ്പോൾ കീഴറി എത്തുമ്പോൾ ശശിയേട്ടനും കയറും ആടുന്ന്, ഈ ശശിയേട്ടനില്ലേ. അങ്ങനെ പല പ്രാവശ്യം എന്നെ കൂട്ടി. പല ആളുകൾക്ക് ഇത് പറയുമ്പോൾ അത്ഭുതമാണ്, വിജയേട്ടൻ അങ്ങനെ വിളിക്കുമോ. പക്ഷെ എന്നെ നമ്മൾ ചെറുപ്പത്തിൽ അറിയുന്നത് കൊണ്ട്, പക്ഷെ വേറെ ആർക്കും വിളിക്കൂല. വിജയേട്ടന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ കൂടെ ആയിരിക്കും അല്ലേ? അല്ല, കേടുന്നില്ല അല്ലേ? കേടുന്നില്ല. വിജയേട്ടനോട് എന്താണ് അങ്ങോട്ട് നോക്കി പറയാനുള്ളത്? വിജയേട്ട എന്ന് പറഞ്ഞ് വിളിച്ചാൽ എന്താ പറയാ? ആ പഴയ കാര്യങ്ങൾ വിജയ ഇപ്പൊ നമ്മൾ കുറെ വർഷങ്ങളായി കണ്ടിട്ട്, വിജയേട്ടൻ അടുത്ത് പോയിട്ട് കുറേ വർഷങ്ങളായി. പിന്നെ ഞാൻ ലാസ്റ്റ് കാണുന്നത്, എനിക്ക് ഞാൻ അധ്യാപകനായിരുന്നു. ഒരു വനമിത്ര പുരസ്കാരം കിട്ടിയിരുന്നു. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് 2019 അന്നാണ് നേരിട്ട് കാണുന്നത്. കുറെ വർഷത്തിന് ശേഷം വിജയാടിന് മുന്നാണ് ഞാൻ വിജയാടിന് കൈമെന്നാണ് ഞാൻ എൻ്റെ അവാർഡ് വാങ്ങിയത്. അത് വലിയൊരു ടാർഗറ്റ് അച്ചീവ്മെന്റ് ആയിരിക്കും. അത് വലിയൊരു വനംവകുപ്പിന്റെ വലിയ ഇതാണത്. അന്ന് കേരളത്തിൽ 4 പേരൊക്കെ ഉണ്ടായിരുന്നില്ല, വിജയാടിന് വാങ്ങിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഒരു 4 പേർക്കേ കൊടുത്തുള്ളൂ, ബാക്കിയുള്ളത് മറ്റു മന്ത്രിമാരെ കൊടുത്തത്. അപ്പൊ എനിക്ക് എൻ്റെ നാട്ടുകാരെന്നുള്ള രീതിയിൽ അത് ഇന്നും ആ ഫോട്ടോ വീട്ടിലുണ്ട്. വിജയേട്ടനോട് എന്താണ് അങ്ങോട്ട് നോക്കി പറയാനുള്ളത്? 10 വർഷമാണ് ജനങ്ങൾ നെഞ്ചിലേക്ക്. അല്ല, വിജയേട്ടൻ ഈ ഭരണത്തിൽ വരികയാണെങ്കിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ്. പിന്നെ പഠിച്ച അഭ്യസ്തവിദ്യരായ കുട്ടികളുണ്ട് ഇവിടെ, ധാരാളം തൊഴിലവസരങ്ങൾ, തൊഴിലില്ലാതെ കളിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് കൂടി തൊഴിൽ കൊടുക്കാനുള്ള സംരംഭങ്ങൾ ഉണ്ടാവണമെന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത്. കാരണം ഒരു നാട് പുരോഗമനം എന്ന് പറഞ്ഞാൽ മറ്റുള്ള റോഡും കാര്യങ്ങളും മാത്രമല്ലല്ലോ, തൊഴിലും ആണല്ലോ. പക്ഷെ അത് അടിസ്ഥാനമാണ്. റോഡ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ സാധനം. അത് 100% വന്നിട്ടുള്ളത് നമുക്ക് എടുത്തു പറയാൻ കഴിയും. അതിന്റെ കൂടെ തന്നെ തൊഴിലവസരങ്ങളും വേണമെന്നുള്ളതാണ് പറയാനുള്ളത്. വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ, നല്ലല്ലേ നാട് രക്ഷപ്പെടുക. വീണ്ടും വരണം എന്നുള്ളതാണ്. വന്നു കഴിഞ്ഞാൽ നല്ലത് തന്നെ. മുഖ്യമന്ത്രി പിണറായി വിജയനെ നീണ്ട 10 വർഷമാണ് ജനങ്ങൾ ആ മുഖ്യമന്ത്രി കസേല ഇരുത്തിയത്. ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യമാണ് ചെയ്തത്. ഞാനിപ്പോ നിങ്ങൾ പിണറായിക്കാരനായതുകൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് വിജയേട്ടൻ? വിജയേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ എന്താ പറയുക, നാടിൻ്റെ ഏറ്റവും വലിയൊരു നമ്മുടെ ക്യാപ്റ്റൻ തന്നെ പറയാം. നാട്ടിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ വികസനം തന്നെ, വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് മൂപ്പർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളെ നെഞ്ചിൽ എടുത്ത് അവർ. അപ്പോൾ ഇനിയും അടുത്ത ഒരു ഭരണം കൂടി എന്താ വെച്ചാൽ 3-ാം ഇതിലേക്കും വരും എന്നുള്ള എന്തായാലും ഒരു 100% 110% ഉറപ്പാണ്. മൂപ്പർ തന്നെ വേണം, മറ്റാർക്കും കഴിയൂല. നിങ്ങൾ പറയുന്നുണ്ട് മനസ്സിൽ ഇങ്ങനെ എടുത്തെന്ന്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? മനസ്സിലെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരമുണ്ട്, നല്ല ഉപകാരങ്ങളുണ്ട്. എന്നുകൊണ്ട് കഴിഞ്ഞാൽ വികസനത്തിലായാലും ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമോ, റോഡിൻ്റെ കാര്യങ്ങൾ, അതേപോലെ ഇപ്പം ഇത് പാലത്തിൻ്റെ പാലം കാര്യങ്ങൾ, പിന്നെ അതേപോലെ അക്രമങ്ങൾ, കുറേ ഇതാണ് മൂപ്പർ വന്നതിന് ശേഷം എത്രയോ മാറ്റങ്ങളുണ്ട് നാട്ടിന്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാന്ന് പറയാൻ നമ്മൾ അവരെ നെഞ്ചിലേറ്റ് എടുക്കേണ്ടത് തന്നെയാണ്. വിജയേട്ടന് ശരിക്കും നിങ്ങൾ പേഴ്സണലി അറിയുന്ന സംഭവം ഉണ്ടോ, അതോ അദ്ദേഹം ആരാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഞാൻ പേഴ്സണലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന തന്നെയാണ് ഒരു മൂപ്പർ എന്ന് വെച്ചാൽ നമ്മൾ വിജയേട്ടൻ തന്നെ പറയാം. എന്തുകൊണ്ട് വെച്ചാൽ നമ്മളൊരു നാട്ടുകാരൻ മാത്രമല്ല, നമ്മളെ കേരളം ഭരിക്കുന്നൊരു മുഖ്യമന്ത്രിയാണെന്ന് ഉള്ളൊരു എന്ന് വെച്ചാൽ മൂപ്പർ പറയേണ്ടടുത്ത് തുറന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ ഒരു മനസ്സിൽ വെച്ചിട്ടുള്ളൊരു ഇതോ അങ്ങനെയുള്ള ഒരു ആളല്ല, നല്ലൊരു വ്യക്തിയാണ്. ഒരു വ്യക്തിയും കൂടി നല്ലൊരു നാട്ടിലെ നല്ലൊരു മുഖ്യമന്ത്രിയും കൂടിയാണ്. ജനങ്ങൾക്ക് നല്ല ഉപകാരമുണ്ട് ഇവരെ കൊണ്ട്. അത് അതിൻ്റെ സംഘടനാ ശക്തിയും പിന്നെ വ്യക്തിപ്രഭാവവും ഒക്കെ ഉണ്ടാകാം. പിന്നെ ജനങ്ങൾ കുറേ കാലമായി താലോലിച്ച് വരുന്ന ആദർശങ്ങളുണ്ടല്ലോ, അത് ചില നേതാക്കന്മാർ കളഞ്ഞു കുളിച്ചു കഴിഞ്ഞാലും എന്നാലും അതിൽ പ്രതീക്ഷ നഷ്ടപ്പെടാതെ ജനങ്ങളുണ്ട്. അതൊക്കെ ആയിരിക്കും. എന്താണ് പിണറായിക്കാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് 3ാമത് മുഖ്യമന്ത്രിയായി വരണം എന്ന് ആഗ്രഹമുണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് മൊത്തത്തിൽ ജനങ്ങൾ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്ന പോലെ ഒരു വ്യക്തിനെ പ്രഭാവമല്ല, വ്യക്തിക്കൊരു പ്രഭാവം ഉണ്ടാവും. ചില ആൾക്കാർക്ക് 3ാമത് മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു വ്യക്തിനെ ഒരു ഇതാക്കിയിട്ട് നമ്മൾ നമ്മൾക്ക് അത് എതിർപ്പുമില്ല. അതേസമയം നമ്മൾക്ക് അവർ വന്നേ ആകണം എന്നുള്ള ആഗ്രഹവും അങ്ങനെയൊന്നുമില്ല. അത് ഒരു വ്യക്തി അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾക്കത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ മോശം, നമ്മൾക്കൊന്നും വ്യക്തിപരമായിട്ടൊന്നും പ്രതിഷേധമോ എതിർപ്പൊന്നും ഉണ്ടാവില്ല. എന്താ പറയുക, അതൊരു ഭാഗ്യമോ
മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാഗ്യം തന്നെയാണ്. ആ. ആ. അത് ഇവിടെ കേരളത്തിലായിരിക്കും കിട്ടാതെയാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയത്, ഈ പിണറായി വിജയന് കിട്ടിയത്. അപ്പോൾ അത് അയാളെ സംബന്ധിച്ചോളം അയാളെ പാർട്ടീനെ സംബന്ധിച്ചോളം അത് മഹത്തായ ഭാഗ്യമാണ്. നിങ്ങളെ സംബന്ധിച്ചോ നിങ്ങൾ അദ്ദേഹത്തിന്റെ നാട്ടുകാരനല്ലേ? അയാളെ വീട്ടിന്റെ അടുത്തുള്ള വീട്ടുകാരനപ്പാ. ആ. അയാളെ സംബന്ധിച്ചോളം നമ്മളെ വീടിന്റെ അടുത്ത് ഇപ്പൊ നല്ല പുരോഗതിയെല്ലാം കൊണ്ടുവരുന്നുണ്ടല്ലോ ഈ പറമ്പത്തെല്ലാം. അപ്പോ ഇവിടെ സബ്സ്റ്റേഷൻ അങ്ങനെയുള്ള നാട്ടിൽ കുറെ പുരോഗതി ചെയ്തിന്. അയാളെ കുറിച്ച് എന്താണ് നിങ്ങളെ അയൽവാസി എന്ന് എനിക്ക് പറയാനുള്ള ആൾ എങ്ങനെയാ? അതിപ്പോ എന്നാ പറയണ്ടേ, പാർട്ടിപരമായിട്ട് പാർട്ടിക്കാർക്ക് നല്ലത്. വ്യക്തിപരമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അയൽവാസിയാണല്ലോ. അയൽവാസി. അതിപ്പോ എന്നാ പറയാന്ന് ചോദിക്കണം. അയൽവാസിയെ സംബന്ധിച്ചോളം എന്നെ സംബന്ധിച്ചോളം നല്ല ഇത് തന്നെ. വേറെ ഒന്നും എങ്ങനെയാ മൂപ്പരെ ക്യാരക്ടർ എന്ന് വെച്ചാലൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. മൂപ്പര് നല്ല സ്വഭാവമാണോ? സ്വഭാവത്തിനൊന്നും മോശമല്ല, സ്വഭാവം നല്ല സ്വഭാവം തന്നെ. എന്താണ് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് പിണറായി വിജയനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്? നാട്ടിലെ സംബന്ധിച്ചോളം അത് എതിർക്കുന്ന കൂട്ടറുണ്ട്, നല്ലത് പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നല്ലത് പറയുന്ന കൂട്ടർ എന്താ പറയുന്നത്? നല്ലത് പറയുന്ന കൂട്ടത് സ്വന്തം പാർട്ടിക്കാരായാലും എതിർ കക്ഷിക്കാരായാലും എതിർ ഭാഗം പറയുമല്ലോ. സ്വന്തം പാർട്ടിക്കാർ ഏത് പാർട്ടിക്കാരായാലും അവരെ അനുകൂലിച്ചിട്ടല്ലേ പറയൂ. മറ്റുള്ള കൂട്ടർ മറ്റുള്ള നിലയിൽ പറയൂ. അത് അത്രയേ ഉള്ളൂ അതിൽ കണക്കാക്കണ്ടേ. വിജയേട്ടൻ ഒരു നല്ലൊരു മനുഷ്യനാണ്, ഒരു ഇല്ലാത്തവർക്ക് സഹായം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. മനസ്സിലായില്ലേ? ആളെ നോക്കിയിട്ട് ഓനുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ടേ കൊടുക്കുകയും ചെയ്യും. ഒരു സ്വത്തുണ്ടോ കാര്യമുണ്ടോ അതെല്ലാം ശ്രദ്ധിച്ചിട്ടേ കൊടുക്കും. ഞാൻ ജനിച്ചു വളർന്ന കാസർഗോഡ്, ഞാൻ ഇവിടെ താമസിക്കുന്നത് 47 കൊല്ലായി. ഇവിടെ വിജയേട്ടനെ അറിയോ നിങ്ങൾക്ക്? നല്ലപോലെ അറിയാം. ഓരോ വളപ്പിൽ പണിയെടുത്താനാ ഞാൻ, കൂലിപ്പണിയെടുത്താൻ അറിയാം. അത്രേ എനിക്ക് പറയാനില്ല. എങ്ങനെയാണ് ആളെങ്ങനെയാ? നല്ല മനുഷ്യനാണ്. അത്രേ വർത്താനം പറയും, കൂടുതലൊന്നും സംസാരിക്കൂല. അന്ന് വിജയേട്ടൻ കൂടുതൽ സംസാരിക്കൂല. അന്ന് ഇന്നിപ്പോ അങ്ങനെയാണ്, കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. കുറച്ച് കാര്യങ്ങൾ പറയും, തീർന്നു. ഇനി മൂന്നാമതും ഒരു മുഖ്യമന്ത്രി ആയിട്ട് വരണോ? അതിപ്പോ എനിക്ക് പറയാൻ കഴിയില്ല. ഓരോ ഭാഗ്യം. ഞാൻ പറഞ്ഞതിനെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. ഓരെങ്ങനെ വരും, മുള്ളൊരാളുണ്ടല്ല. എനിക്കൊരു 10 വർഷം കൂടി ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാ 10 വർഷം കൂടെ ഭരിക്കണം എന്ന് പറയുന്നത്? നല്ല വികസനമൊക്കെ പിണറായി എന്ന് പറഞ്ഞാൽ പഴയ പിണറായി എന്നല്ലേ ഇപ്പോൾ. ഭയങ്കര വികസനം എന്ന് പറഞ്ഞാൽ നമുക്ക് വികസനം എടുത്തു പറയാൻ പറ്റാതെ എത്ര വികസനമായി നാട്ടിലുണ്ടായി, കേരളത്തിലുണ്ടായില്ല. ഇന്ത്യ ഇത്ര മാതൃകയായി, ഇന്ത്യക്ക് മാതൃകയായുള്ള ഒരു ഭരണം പിണറായി വിജയൻ സർക്കാർ ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആഗ്രഹിക്കുമല്ലോ 10 വർഷം കൂടെ ഇനി വീണ്ടും വരണതാ. 10 വർഷമല്ല, ഇനി വിജയാണ്ട് എത്ര കാലം എന്താ പറയാ, നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ കിട്ടിയ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണും. വിജയേട്ടൻ എന്നുള്ള ഒരു ക്യാരക്ടർ എന്താ? വിജയേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ എല്ലാം നമുക്ക് എല്ലാവർക്കും എന്ത് വേണമെങ്കിലും പറയാം. ന്യായമായ കാര്യമാണെങ്കിൽ അത് പരിഹാരമുണ്ട്. വിജയേട്ടൻ എന്ത് കാര്യങ്ങൾ വേണ്ടി നമുക്ക് തുറന്നു പറയാൻ പറ്റും. അത് നമ്മുടെ കാര്യം ന്യായമാണെങ്കിൽ അതിനെന്തായാലും പരിഹാരം. അതാണ് വിജയേട്ടൻ നാട്ടിൽ. വിജയേട്ടനെ പേഴ്സണലി അറിയോ നിങ്ങൾക്ക്? അറിയാം. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? എന്താണ്? ബന്ധമൊന്നുമില്ല, രാഷ്ട്രീയം നമുക്കറിയാം. വിജയേട്ടൻ എന്നെ അറിയണമെന്നില്ല, പക്ഷെങ്കിൽ എനിക്ക് വിജയേട്ടൻ അറിയാം. നല്ല മുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വികസനങ്ങളും അതും ഇതുപോലെ മന്ത്രിക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ പലതും കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും, അതൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മളെ മുഖ്യമന്ത്രി നമുക്ക് എപ്പോഴും വേണ്ടപ്പെട്ടതാണ്. നിങ്ങളൊരു മിലിറ്ററിക്കാരനാണെന്ന് പറഞ്ഞു അല്ലേ? അതെ. വീണ്ടും ഈ മുഖ്യമന്ത്രി വരണം എന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു? ആഗ്രഹിക്കുന്നില്ല, ഇവിടെ ഒരുപാട് വികസനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം അവർ വന്നതിന് ശേഷമാണ് ഇത്രയും വികസനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ഞാനും അംഗീകരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് കേരളത്തിന്റെ ഘടന നോക്കുമ്പോൾ ഇത്രയേറെ വികസനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ഭരണം വേറെ ഉണ്ടായിട്ടില്ല. എനിക്ക് അറിയാൻ പറ്റുന്ന അതേ ഉള്ളൂ. നിങ്ങൾ മിലിറ്ററിക്കാരനാണ്, നിങ്ങൾക്ക് കുറച്ച് കാഴ്ചപ്പാടുണ്ടാവും. എനിക്കൊരു ചെറിയ കാഴ്ചപ്പാടുണ്ടാവും, നിങ്ങൾ അത്ര കാഴ്ചപ്പാടില്ല. പക്ഷെ ഇത്രയേറെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇത്രയേറെ വികസനം കണ്ട കേരളം മുൻപ് ഒരു ഭരണത്തിലും ഉണ്ടായിട്ടില്ല. അത് സത്യമാണ്. എല്ലാ റോഡുകളും സുഖമായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങളാണ്. റോഡാണ് മെയിൻ. റോഡായിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ മിലിറ്ററിക്കാരനായതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. യാത്രാ സൗകര്യം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ടത്. അതായത് ആശുപത്രി യാത്ര ചെയ്യുന്നവനോ എത്തിപ്പെടേണ്ട ആളുകൾക്കൊക്കെ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു മിലിറ്ററിക്കാരനായതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഭരണം പോലെ അടുത്തെങ്ങും ഇത്തരം ഒരു ഭരണം കേരളത്തിൽ കാഴ്ചവെച്ചില്ല എന്ന് എനിക്ക് എടുത്തു പറയാൻ കഴിയും. എന്റെ ധാരണ തെറ്റാണോ? അല്ല, ശരിയാണ്, 100% ശരിയാണ്. വീണ്ടും ഒരു തവണയും കൂടെ മുഖ്യമന്ത്രി ആവണമെന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലെ? എന്താണ് പിണറായി വിജയൻ എന്നുള്ള ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? വ്യക്തി വളരെ നമുക്കെല്ലാം വേണ്ടപ്പെട്ട വ്യക്തി തന്നെയാണ്. അപ്പോൾ നമ്മളവരെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ഈ പരിസരത്തുള്ള ആളാണെങ്കിലും കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ നമ്മൾ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്, അവരെ പറ്റിയിട്ട് ഒരുപാട് അറിയാം. അതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല, അവരെ പറ്റി എനിക്ക് വേറെ ഒന്നും പറയാനില്ല. വീണ്ടും മുഖ്യമന്ത്രി പിണറായി തന്നെയാവും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഈ 10 കൊല്ലം പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ
നാടിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ, നാടിൻ്റെ വികസനം, അതുപോലെ ജനങ്ങളുടെ നന്മ. അപ്പം നാനാ മേഖലയിലും കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും എത്തിയിട്ടുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളും, പാവപ്പെട്ട മുഴുവൻ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് സഖാവ് പിണറായിയുടെ സർക്കാർ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അടുത്ത ടൈമും കൂടി, അടുത്ത വർഷം കൂടി, അടുത്ത 5 വർഷം കൂടി എന്നുവെച്ചാൽ പിന്നീട് ആലോചിക്കുക ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്നാണ് എൻ്റെ വിശ്വാസം. പിണറായി വിജയൻ ജനങ്ങളായിട്ട് നല്ല നിലക്ക് ബന്ധപ്പെടുന്ന ഒരാളാണ്. പൊതുവേ ഒരു സംസാരമുണ്ട്, പിണറായി വിജയൻ വളരെ കാർക്കശ്യക്കാരനാണ് എന്നൊക്കെ നിലക്ക്. അതൊക്കെ രാഷ്ട്രീയപരമായിട്ട് ചില കാര്യങ്ങൾ വേണ്ടി വരും. കാർക്കശ്യമില്ലാതൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ സഖാവ് പിണറായിയായിട്ട് അടുത്ത് ബന്ധപ്പെടുന്ന കൂട്ടർക്ക് സഖാവിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചും സഖാവിൻ്റെ ബന്ധപ്പെടലിനെക്കുറിച്ചും സഖാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക്, അതുപോലെ മറ്റുള്ള ആളുകൾക്കെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. പിന്നെ പത്രങ്ങളും മാധ്യമങ്ങളും സഖാവിനെ കുറിച്ച് വളരെ മോശപ്പെട്ട രൂപയിൽ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി സഖാവ് നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണ്, നല്ലൊരു എന്ന് വെച്ചാൽ അത്രയും നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് പറയാം. ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടുക, അതായത് പാവപ്പെട്ട ജനങ്ങൾ, സാധാരണക്കാർ ജനങ്ങൾ, എല്ലാ ജനവിഭാഗത്തിൻ്റെയും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ട് കാര്യങ്ങൾക്ക് പരിഹാരം കാണുക. അത് ഭരണതലത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും രാഷ്ട്രീയപരമായിട്ടായാലും എല്ലാ കാര്യത്തിലും ഇടപെടുകയും നല്ല നിലക്കുള്ള കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്ന ഒരു സഖാവാണ് പിണറായി. അതുകൊണ്ട് തന്നെ സഖാവ് പിണറായി വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഭരിക്കണം എന്നുള്ളതാണ് നമ്മളെ കാഴ്ചപ്പാട്. എന്തുകൊണ്ടാണ് അത്തരം ഒരു കാഴ്ചപ്പാടിൽ വരുന്നത്? പിണറായി എന്ന് പറയുന്ന സ്ഥലത്തിന് പിണറായി വിജയൻ എന്നുള്ള ആ വ്യക്തി കൊടുത്ത ആ ഒരു നെയിം ഉണ്ടല്ലേ, അതുകൊണ്ടാണ് ഈ പിണറായി ഇത്രയും അറിയപ്പെടാൻ കാരണം. സാധാരണക്കാരന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ പിണറായി വിജയന് അടുത്തറിയുന്ന ആളാണോ? അതെ, നമ്മൾ ഈ പഞ്ചായത്തിലെ എരഞ്ഞോളി പഞ്ചായത്ത്, അടുത്ത പഞ്ചായത്ത് പേഴ്സണലി അടുത്തറിയുന്ന ആളാണോ? അതെ, ആള് നല്ല ആളാണ്. നല്ല പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്. നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ഈ കേരളത്തിന് വേണ്ടിയിട്ടും നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അവരൊന്ന് അത് നല്ല ഇത് തന്നെ. എന്താണ് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളെ നാട്ടുകാരനാണല്ലോ? അതെ, നാട്ടുകാരനാണല്ലോ ഒരു മനുഷ്യനെ വളർത്താതിരിക്കുക. അതായത് നാട്ടിലുള്ള ആളായത് കൊണ്ടാണല്ലോ, നല്ല കാര്യം ചെയ്തത് കൊണ്ടാണല്ലോ അങ്ങനെ പറയാൻ കാരണം. അല്ലാതെ അങ്ങനെ പറയില്ലല്ലോ. അല്ല, നാട്ടുകാരാണ് മാക്സിമം ഒരാളെ തളർത്തുക എന്ന് പറയും. പക്ഷെ നിങ്ങൾ ഞാൻ പറയുന്നത് പല നാട്ടുകാരും ഒരു മനുഷ്യൻ വലുതായി വരുമ്പോൾ അയാളെ തളർത്തുക എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറയുമ്പോൾ അദ്ദേഹം നല്ലത് ചെയ്തിട്ടായിരിക്കും. അതെ, നല്ല കാര്യങ്ങളാണ് എല്ലാ ഈ പ്രദേശത്ത് വേണ്ടിയിട്ടും, അതായത് കേരളത്തിന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചില ദോഷഫലങ്ങളും ഉണ്ടാവും. പിണറായി വിജയൻ എന്നുള്ള വ്യക്തി നിങ്ങളുടെ നാട് എന്നുള്ള സംഭവത്തെ ഉയർത്തിയോ? നാട് നല്ല നിലയിൽ എല്ലാ കാര്യം പ്രദേശത്ത് നല്ല നിലയിൽ ഉയർത്തിയിട്ടുണ്ട് അയാള് മുഖ്യമന്ത്രി എന്ന നിലയിൽ. ഇനിയും വരുന്ന 5 വർഷവും പിണറായി വിജയൻ സാറ് തന്നെ ആവണമെന്നാണ് ഞങ്ങളുടെ പിണറായിക്കാരൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ ആഗ്രഹം. എന്തായാലും ആഗ്രഹം മാത്രമല്ല, അതെന്തായാലും അതേ രീതിയിലാവുമെന്നാണ് പ്രതീക്ഷയും. കാരണം അത്രക്കും കാര്യങ്ങൾ നമ്മൾ പിണറായിക്ക് വേണ്ടിയിട്ടും പിണറായി മണ്ഡലത്തിന് വേണ്ടിയിട്ടും കേരളത്തിന് വേണ്ടിയിട്ടും സഖാവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീണ്ടും വരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, തീർച്ചയായും. പിണറായിക്കാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു കേരളത്തിന്റെ ആ പുരോഗതി വിലയിരുത്തുമ്പോൾ തന്നെ എന്തായാലും അടുത്ത 5 വർഷവും വരാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ട്. ആ രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാവരും, പിണറായിക്കാരൻ എന്നുള്ള രീതിയിലും അല്ലെങ്കിലും ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പിണറായിക്കാർക്കുള്ള ഒരു വികാരം തന്നെയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് ശരിക്കും സഖാവിനെ പറ്റി പറയുമ്പം ഒരു വികാരമാണ്. നമ്മളെ എല്ലാവർക്കും ഒരു ഭയങ്കര പ്രതീക്ഷയും അതുപോലെ തന്നെ ഒരു വികാരം തന്നെയാണ്. അത് അത്രത്തോളം വികാരം ഉണ്ടാവണമെങ്കിൽ അത്രത്തോളം അതിന്റെ ബാക്കിൽ പണിയെടുത്തിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ് അവരെ പ്രവർത്തനവും. മാത്രമല്ല പാർട്ടി അത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ വളരെ അഡമൻ്റായിട്ട് അതിനെ കൈകാര്യം ചെയ്ത രീതിയും വെച്ച് നോക്കുമ്പോൾ അത് വേറൊരു ആൾക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും പിണറായി അടുത്തൊരു 5 വർഷം കൂടി വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. പിണറായി വിജയൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ അറിയുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. ഞാൻ പിണറായിക്കാരനാണ്. പുള്ളിക്കാരൻ ഭരണത്തിൽ വന്നതിന് ശേഷം വളരെ 10 വർഷമായിട്ട് നല്ല വികസിതമായ കാര്യങ്ങളിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ല കാര്യങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വേറെ പറയാനൊന്നുമില്ല. ഇനി ഒരു തുടർഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. തുടർഭരണം കിട്ടുന്ന പറയുന്നത്? അതെ. നിങ്ങൾ ചെറുപ്പം മുതൽ അറിയുന്ന വ്യക്തി എന്താണ് പിണറായി വിജയൻ? എന്താണെന്ന് വെച്ചാൽ പുള്ളി വ്യക്തിപരമായിട്ടും
പിന്നെ വ്യാവസായികപരമായിട്ടും എല്ലാം നാട്ടിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് പുള്ളി. പിന്നെ വളരെ ചെറിയൊരു കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. അങ്ങനെ ജനങ്ങൾ പറയുന്ന മാതിരി വലിയൊരു കോടീശ്വരനായിട്ടോ അങ്ങനെയുള്ളൊരു ബംഗ്ലാവിലൊന്നും ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. അത്രയും അറിയാം. നിങ്ങൾ സുഹൃത്താണോ? അല്ല, സുഹൃത്ത് നല്ല ജ്യേഷ്ഠൻ്റെ കൂടെ പഠിച്ചൊരു വ്യക്തിയാണ്. വീണ്ടും ശരി. പിണറായി വിജയൻ ശരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വികസനങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എന്ത്? ഒത്തിരി വികസനം ചെയ്തിട്ടുണ്ട് നാടിന് വേണ്ടി. റോഡിൻ്റെതായിക്കോട്ടെ, മറ്റേ ഇപ്പം പിണറായിയെ സംബന്ധിച്ചോളം പിന്നെ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ എടുത്തു പറയത്തക്ക ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വീണ്ടും വരണം എന്നാ നിങ്ങൾ പറയണം തന്നെ. വിജയം ചില എല്ലാം കറക്റ്റായിരിക്കും. അങ്ങനെ ഓരോ ഏത് ഉദ്യോഗസ്ഥനെയും നല്ല ഇതിലേ കാണും. അങ്ങനെ തെറ്റിയിട്ടാൽ അപ്പടം ഇതായിക്കളി. അത് ഏത് രാഷ്ട്രീയക്കാരനായി ആരായി അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ലൊരു വ്യക്തി അയാൾ അങ്ങനെ വേറെ ഒരാളെയും ഇതാക്കില്ല. അങ്ങനെ ഒരു സത്യസന്ധനായിട്ട് ഇതാക്കുന്ന ഒരാളാണ്. പിണറായി സർക്കാർ ഇനി വീണ്ടും വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടോ നിങ്ങൾ? പിണറായി വിജയൻ പിണറായി വന്നാലേ നാട്ടിന് പുരോഗതി ഉണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ സ്കൂൾ കോളേജ് എല്ലാത്തിനും നല്ല ഗുണമല്ലേ ഉള്ളത്. പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രഞ്ച് BJP ഭരിക്കുന്നത് പണ്ട് അരിയും ഇതെല്ലാം കൂടുതലല്ലേ. ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. ഞാൻ ആ ഫ്രഞ്ചിൻ്റെ അരിയത്താണ് എൻ്റെ വീട്. ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഇവിടെ കേരളത്തിലുള്ള അരിയും ഇതെല്ലാം. എങ്ങനെയാണ് പിണറായി വിജയന്റെ ഒരു സ്വഭാവമില്ല സർ, ഒരു സ്ട്രോങ് സ്വഭാവം. അതെന്താ സ്ട്രോങ് സ്വഭാവം എന്ന് പറയണേ? സ്ട്രോങ് സ്വഭാവമല്ല, ഒരു തണ്ടു സ്വഭാവമാണ്. അത് റെഡിയാ. അത് ചില എന്ത് കാര്യം ചെയ്യുന്നുണ്ട് അത് അപ്പട് പറയും, ഇങ്ങനെ ചെയ്യണമെന്ന് പറയും. അങ്ങനത്തെ ഒരു ടൈപ്പുള്ള കുറച്ചൊക്കെ ധൈര്യം വേണമല്ലോ അല്ലേ? ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം അയാളെ ഒരു പേടിയാ. ഇപ്പൊ എന്താ വെച്ചാല് നല്ല കാര്യം അത് എന്നാലെല്ലാം കറക്റ്റായിരിക്കും. ചില കാര്യങ്ങളിലെല്ലാം പോരായ്മയുണ്ട്. ചില കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതല്ലേ എന്തുകൊണ്ടാ പോരായ്മ എന്ന് പറയുന്നത്? എന്താണ് പോരായ്മ എന്ന് പറയുമ്പോ എന്താ പറയണ്ടേ, ചില രംഗത്ത് വേതനം കുറവ്, ചില രംഗത്ത് കൂടുതൽ. അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി വരണം എന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ? പിണറായിക്കാരൻ എന്നുള്ളത് വരണമെന്ന് ചില ആൾക്കാർ അഭിപ്രായമുണ്ട്. വരണം. നിങ്ങളുടെ അഭിപ്രായം എന്താ? വരണം. എന്തുകൊണ്ടാ വരണം എന്ന് പറയുന്നത്? വരണം എന്ന് പറയുമ്പോ എന്നാ ചില കാര്യങ്ങളിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത്. അദ്ദേഹത്തെ പേഴ്സണലി അറിയോ നിങ്ങൾക്ക്? പരിചയമുണ്ടോ? ചില രംഗത്ത് നമ്മൾ അണ്ടല്ലൂരാണ്, ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ. നല്ല ഭരണമായതുകൊണ്ടായിരിക്കുമല്ലോ 10 വർഷം ഭരിച്ചത്. വികസന നായകനാണ്. ഇനിയും ഭരണത്തിൽ വരണമെന്നാണ് ആഗ്രഹം. ഇനി വീണ്ടും വരണം എന്നുള്ളതാണോ? അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വികസനമുണ്ട്. അത് തന്നെ. എല്ലാ 10 വർഷവും നല്ല രീതിയിലാണ് ഭരിച്ചു പോയിട്ടുള്ളത്. അത് തന്നെയാണ് കാരണം. എന്താണ് പിണറായി വിജയൻ എന്നുള്ള ക്യാരക്ടറിന് എന്താണ് അദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നടപ്പാക്കാൻ പറ്റാത്ത പദ്ധതികളെല്ലാം നടപ്പാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, ശക്തനായ ഭരണാധികാരി. എന്തുകൊണ്ടാണ് ശക്തി എന്ന് പറയുന്നത്? ദൃഢമായ തീരുമാനങ്ങളാണ് എല്ലാ കാര്യത്തിലും നടപ്പാക്കാറുള്ളത്. വാക്കിൽ ഒരു ശക്തമായ ഗൗരവത്തിൽ നല്ലൊരു ഭരണകർത്താവാണ്. പറഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കും. അതാണ് നമ്മുടെ മുഖ്യമന്ത്രിൻ്റെ ഏറ്റവും വലിയൊരു പവർ. എന്തുകൊണ്ട് അങ്ങനെ അത്ര നടപ്പിലാക്കും എന്ന് എനിക്ക് തോന്നാൻ കാരണം എന്തോ? ഇപ്പോൾ ഇവിടെ കാണുന്ന അത്യാവശ്യം വികസനങ്ങൾ കംപ്ലീറ്റ് മുഖ്യമന്ത്രിൻ്റെ ഒറ്റ കഴിവാണ്. 10 വർഷമായിട്ട് ഇവിടെ നമ്മളെ എന്തായാലും റോഡായാലും ബിൽഡിംഗ് ആയാലും സ്കൂൾ കെട്ടിടങ്ങളായാലും എല്ലാ മേഖലയിലും പൊതുവെ എല്ലാ മേഖലയിലും ഫുൾ വികസനം. പിണറായി വിജയൻ വീണ്ടും 3ാം തവണയും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും. എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്? വികസനം എല്ലാ മേഖലയും, ആരോഗ്യ മേഖലയിലും എല്ലാ മേഖലയിലും ഇപ്പോൾ ഒരാൾക്കൊരു കഷ്ടപ്പാടില്ല. ഇപ്പോൾ ഒരു 9 കൊല്ലമായിട്ട് പവർ കട്ട് എന്ന സംഭവം നമ്മൾ ജീവിതത്തിലില്ല. പണ്ടെല്ലാം നമ്മൾ മണ്ണെണ്ണ വെള്ളത്തിൽ പഠിച്ച് വളർന്നതാണ്. ആ കാലഘട്ടത്തിൽ മാറി ഇപ്പോൾ പവർ കട്ട് എന്നുള്ള സംഭവം ഇപ്പോൾ ഇല്ല. ഇപ്പോഴത്തെ കുട്ടികളോട് പവർ കട്ട് എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല. വിജയേട്ടൻ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് എപ്പോൾ എല്ലാത്തിനും ഒരു ഉപകാരം ചെയ്യുന്ന ഒരാളാണ്. ആരെന്ത് വിളിച്ചാലും എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് കാര്യം പോയി പറഞ്ഞാലും അതങ്ങനെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പണ്ട് പ്രസ്ഥാനത്തിന് വേണ്ടി പല കാര്യങ്ങളും അതിനെപ്പറ്റി പറയാന്ന് വെച്ചാൽ പണ്ട് വർഗീയ കലാപത്തിനെല്ലാം തലശ്ശേരി കലാപത്തിനെല്ലാം വേണ്ടി മുൻപിൽ ഇറങ്ങിയ ഒരു മനുഷ്യനാണ്. നിങ്ങൾ പിണറായി വിജയൻ വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇടതുപക്ഷം വീണ്ടും വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ആഗ്രഹിക്കുന്നത്? ഇടതുപക്ഷം വന്ന ജനങ്ങൾക്ക് അത് നല്ല ഉപകാരം ചെയ്യും, നല്ല വികസനങ്ങൾ
വിജയേട്ടൻ തന്നെയല്ലേ വരൂ. വിജയേട്ടനെ വരൂ. ഓ. എന്തുകൊണ്ടാ വിജയേട്ടൻ വരും എന്ന് പറയുന്നത്? 10 കൊല്ലത്തെ ഭരണ നേട്ടം ആ. ആണ്. പിണറായിക്കാരൻ എന്ന നിലയ്ക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമുക്കൊന്നും പറയാനില്ല, എന്നാലും നല്ലൊരു ഭരണ കാഴ്ചയാണ് വിജയേട്ടനെ വരൂ. വരും. വിജയേട്ടൻ വരണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. പിണറായി വിജയൻ സൂപ്പർ ഭരണമല്ലേ. ഇത്രയും കാലം 10 കൊല്ലം ഇതുവരെയായിട്ട് ഇത് നല്ല ഭരണം ആരും കാഴ്ചവെച്ചിട്ടില്ല. മറ്റുള്ള മുന്നേറ്റ ഭരണമെല്ലാം ഭയങ്കര അഴിമതിയും കാര്യവും കറവാടിയാണ്. അങ്ങനെ പാവപ്പെട്ട കൂട്ടർക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം പിണറായി വിജയൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാർ വീണ്ടും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും ഇരിക്കണം എന്നുള്ള പിണറായിക്കാരൻ എന്നുള്ള നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം? ജനങ്ങൾക്ക് അത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പെൻഷൻ്റെ കാര്യമായാലും മറ്റുള്ള കാര്യങ്ങളായാലും എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിണറായി വിജയനെ ശരിക്കും പേഴ്സണലി അറിയോ നിങ്ങൾ? കണ്ടുവച്ചുണ്ട്. ആണ്. എങ്ങനെയാണ് അദ്ദേഹം? അദ്ദേഹം എല്ലാവരോടും നല്ലൊരു സമീപനമുള്ള ആളാണ്. ഭരണത്തെക്കുറിച്ച് ഇതുവരെ യാതൊരു കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് എന്താന്ന് പറയാൻ പറ്റൂല. നല്ല ഭരണം കാഴ്ചവെച്ചു എന്നുള്ള തോന്നലുണ്ടോ? ഉണ്ട്. ഇനി വീണ്ടും മുഖ്യമന്ത്രി ആയി വരണം എന്നുള്ള ആഗ്രഹമുണ്ടോ? മനസ്സിലങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണ് തോന്നാൻ കാരണം? ഈ ഭരണത്തിന്റെ നേട്ടം കൊണ്ട് ആണ്. അങ്ങനെയാണ്. വിജയേട്ടനായിട്ട് പേഴ്സണലി ബന്ധമുണ്ടോ നിങ്ങൾക്ക്? പേഴ്സണലി നമ്മള് മുമ്പേ കണ്ടുപരിചയമുണ്ട്. എങ്ങനെയാണ് ആള് തിരക്കില്ല. എന്തുകൊണ്ട് തരക്കേടില്ല പറയാൻ കാരണം? തിരക്കില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യം പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് സാധിച്ചു തരലുണ്ടോ? ഉണ്ട്. സാധിച്ചു തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി ആയതിനു ശേഷം തിരക്കാവല്ല. നല്ല രീതിയിൽ നല്ല കാര്യങ്ങളെല്ലാം നല്ല രൂപത്തിലാണ് വികസനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. റോഡ് വികസനം, ആശുപത്രി വികസനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതെല്ലാം നമ്മളെ കണ്ണിന് മുമ്പ് കാണുന്നില്ലേ. വീണ്ടും ഒരു തവണയും കൂടെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കണം ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായും ഉണ്ട്. ഇരിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യത ഇല്ലാതെ എന്തുകൊണ്ട്? അത് പാർട്ടി തീരുമാനിക്കും എങ്ങനെ എന്താണ്. നല്ലൊരു മനുഷ്യനാണ്, ഇതാണ് എനിക്ക് പറയാം. എന്തുകൊണ്ടാണ് നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്? മനുഷ്യൻ അതിനിപ്പം നല്ല പൊതുവിലെ നല്ല മനുഷ്യൻ എങ്ങനെയാ നമ്മൾ പറയാ? എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് നല്ല മനുഷ്യൻ എന്ന് പറയും. വിജയേട്ടൻ വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ നേരെ കൊണ്ടുവന്ന പുരോഗതിയില്ലേ, ഓരോ മാറ്റങ്ങളില്ലേ. 10 കൊല്ലം അയാൾ മരിച്ചിട്ടില്ല. ഈ റോഡും ഈ സ്ഥാപനങ്ങളും എല്ലാം ആ മാറ്റത്തിൻ്റെ ഗവൺമെൻറ് മാറ്റത്തിൻ്റെ അല്ലേ. ഒരു ഇച്ഛാശക്തി അയാൾ പറഞ്ഞ കാര്യം അയാൾ ചെയ്യും. അതാണത്. വീണ്ടും ഒരു 5 കൊല്ലം കൂടി അവസരം കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ ഇവർ തുടങ്ങിയ കാര്യം ഇനി പൂർത്തിയാണ്ടെങ്കിൽ അവർ വരണം. അവർ വന്നിട്ടില്ലെങ്കിൽ ഇനി ആദ്യം മുടങ്ങും, എല്ലാം പതിക്കിടുക ചെയ്യുക. അതുകൊണ്ട് ചെയ്യണമെന്നാണ് നമ്മളെ അഭിപ്രായം. വിജയേട്ടന് നിങ്ങൾ വിളിക്കല് വിജയേട്ടനല്ലേ? വിജയേട്ടൻ നമ്മളെ അറിയത്തില്ല. വിജയേട്ടൻ എങ്ങനെയാ? വിജയേട്ടന് ശുദ്ധമായ മനുഷ്യനാണ്. കളവത്തരം ഇല്ലാത്ത മനുഷ്യനാണ്. കളവില്ലാത്ത മനുഷ്യനാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? നമുക്കറിയുന്നോണ്ട്. നമ്മള് നാട്ടുകാരനല്ലേ. അതാണ്. നല്ല മനുഷ്യനാണ്. ആളിടക്ക് ചൂടാവുക ചെയ്യും. അതുണ്ടാവുമല്ലോ. അതൊരോരുത്തരും ഒരു വ്യക്തിത്വല്ലേ. തീരെ തണുപ്പനായ കാര്യം നടക്കൂല. അതെ. മുഖ്യമന്ത്രി ആകുമ്പോ കുറച്ച് ചൂടൊക്കെ വേണം. ഒരു പറയുമ്പോ അതിനൊരു ആരടാന്ന് പറയും ഞാടാന്ന് പറയേണ്ട ഒരു കഴിവ് അയാൾക്കുണ്ട്. അല്ലെങ്കിൽ തണുത്ത് പോയാൽ ശരിയാവില്ലല്ലോ. അതല്ലേ ആരും അങ്ങനെ എടുക്കാതെ അല്ലേ. ശരിയാ. ഈ നാട്ടിലെ ആളുകൾ ശരിക്കും മുഖ്യമന്ത്രി വിജയേട്ടനെ കുറിച്ച് പറയുമ്പോ നമ്മളത് മുഖവിലേക്ക് എടുക്കണം എന്നുള്ളതാണ് കാര്യം. നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ മോശമാക്കുക. ഏറ്റവും കൂടുതൽ എല്ലാവരും അംഗീകരിച്ചതിന് ശേഷമാണ് നാട്ടിൽ അംഗീകരിക്കുക അല്ലെ. അതിൽ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ മുൻപേ ആള് നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇവിടെ കഴിവ് തെളിയിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. 10 വർഷം കഴിവ് തെളിയിച്ചു. മുഖ്യമന്ത്രിയായ കഴിവ് തെളിയിച്ചു. വീണ്ടും 90% ആളും വിചാരിക്കുന്നത് ഏറ്റവും നല്ല ഭരണം. ഇതിലും നല്ല ഭരണം സ്വപ്നത്തിൽ മാത്രം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എല്ലാം കൊണ്ടും ഏത് കാര്യം കൊണ്ടും അങ്ങനെ ഭരണം. ഏത് കാര്യമായാലും ഇതിലും നല്ല ഭരണം വേറെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അതാണ് എൻ്റെ അഭിപ്രായം. മൂന്നാമതും ഒരു തവണ കൂടെ വരണം എന്ന് ആഗ്രഹം. മൂന്നാമതല്ല, ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് വരണം എന്നാണ്. അങ്ങനെ തുടർച്ചയായിട്ട് വരണം എന്ന് പറയും. എല്ലാ കാര്യത്തിലും അതിൻ്റെതായ ഇതിൽ ചെയ്യുന്നത് കൊണ്ട്. എങ്ങനെയാണ് വിജയേട്ടൻ സൂപ്പർ? വിജയേട്ടൻ സൂപ്പർ. എന്തുകൊണ്ടാ സൂപ്പർ എന്ന് പറയുന്നത്? സൂപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാം സ്ട്രിക്റ്റ്, അതെ കറക്റ്റ്, എല്ലാം കറക്റ്റ്. 100% ഒരു പോയിന്റും ഇല്ല. 100% കറക്റ്റ്. അതിലപ്പുറം ഇല്ല. അങ്ങനെ പറയാനൊരു കാരണമാണ് 100% വിജയേട്ടൻ എന്ന് പറയുമ്പോ. ഏത് കാരണം? അയാളെ കുറിച്ച് കുറ്റം പറയുന്നത് വേറെ കാര്യം. പക്ഷെ എന്ത് കാര്യത്തിലെ കുറ്റം പറയുന്നത് നമുക്ക് തിരിയുന്നില്ല. അതെന്റെ കാര്യം. നമ്മളെ അഭിപ്രായത്തിൽ അതാണ് 100% കറക്റ്റ്. മൂന്നാമതല്ല, ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് വരണം. വിജയേട്ടൻ എന്ന് പറയുന്ന നിങ്ങൾ അറിയുന്ന ഒരു വിജയേട്ടൻ ഉണ്ടല്ലോ. ആ വിജയേട്ടൻ ആരാണ്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത?
വിജയേട്ടൻ സാധാരണക്കാർക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ, ഇത്രയേ ഉള്ളൂ. സഖാവ് നിങ്ങൾ നാട്ടുകാരനായിട്ട് പോലും സാധാരണക്കാരനക്ക് വേണ്ടി ജീവിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് പറയുക? നാട്ടുകാർക്ക് മാത്രമല്ല, മൊത്തത്തിൽ കേരളം മൊത്തം നല്ലൊരു ഉപകാരിയാണോ? എല്ലാം കൊണ്ടും ഉപകാരം തന്നെ. സാധാരണക്കാരന് എല്ലാം കൊണ്ടും ഉപകാരം തന്നെ. വേറെ എന്താ പറയാ? നമ്മുടെ നാട്ടിലെ ജനനായകനായ ആളല്ലേ പിണറായി. ഇവിടെ നോക്കിയോ, ഒരേത്ത് കുളം, എല്ലാ കുളങ്ങളും, ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാ റോഡുകളും, വെക്കാടൻ ടാറിങ്, മുഴപ്പിലങ്ങാട് ബീച്ച് സൗന്ദര്യവൽക്കരണം, ഇതൊക്കെ വേറെ എങ്ങനെ സംഭവിക്കും? കണ്ണൂരിന് നമ്മളെല്ലാവരും പ്രാദേശികമായിട്ടൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. കണ്ണൂരിന് വല്ലതും നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ തന്നെ വേണം, അല്ലെങ്കിൽ എല്ലാം സൗത്ത്. ഞാൻ ചോദിക്കുന്നത് കണ്ണൂർ എന്നുള്ളതല്ല, പുള്ളി മുഖ്യമന്ത്രിയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് വികസനം എങ്ങനെ കാണും? വികസനത്തിന്റെ കാര്യത്തിൽ എന്തായാലും മുന്നിലാണ്, ഒരു സംശയവും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമ്മൾ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ. ശരി. ഇറങ്ങി നടന്നാൽ തന്നെ നമുക്കത് മനസ്സിലാവുമല്ലോ. പിന്നെ ലോൺ ഉണ്ടാവും, കിഫ്ബിയുടെ ലോൺ ഉണ്ടാവും, അത് വലിയൊരു ഫാക്ടറാണ്, സ്വാഭാവികമാണ്. നമ്മൾ ലോൺ എടുത്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഈ വിജയേട്ടൻ എന്നുള്ള ഒരു ക്യാരക്ടർ എങ്ങനെയാ? പിണറായി വിജയൻ എന്നുള്ള ഒരു മനുഷ്യന്റെ ക്യാരക്ടർ എങ്ങനെയാ? അദ്ദേഹത്തിന്റെ വ്യക്തിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ഇഴകേറി പരിശോധിക്കൊന്നും വേണ്ട. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനെ കുറിച്ച് മാത്രം നോക്കിയാൽ, അല്ലാതെ നല്ല ഭരണം. എന്തുകൊണ്ടാണ് നല്ല ഭരണം എന്ന് പറയുന്നത്? നല്ല ഭരണം നല്ല ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ നാട്ടുകാരനല്ലേ? അതെ, ഈ നാട്ടുകാരനാ. ആളെങ്ങനെ? ആള് നല്ല ആളാ. ആ. മുഖ്യമന്ത്രി എന്റെ വർക്ക് വന്ന് മുഖ്യമന്ത്രി ആകുന്ന മുമ്പില് നല്ല ആളാ. ആണല്ലേ? എങ്ങനെയാ സ്വഭാവം? എങ്ങനെ? അതെല്ലാം മാറി മാറി എല്ലാം ചെയ്യപ്പ. മൂന്നാമതും വരണ? വരണം. ഇനി വീണ്ടും വരണ? വീണ്ടും വരണം അല്ലേ? ആളെങ്ങനെയാ? ക്യാരക്ടർ നല്ല ആളാ. നല്ല ആളാ. സൂപ്പറാണോ? ആണല്ലേ? വരണം. അത് പിണറായി വിജയൻ എന്ന് പറഞ്ഞാല് പിണറായിലുള്ള വോട്ടോട് പറഞ്ഞിട്ട് ആരോട് ചോദിച്ചാലും നല്ലതേ അല്ലാണ്ട് വേറെ ഒരു വിധത്തിൽ വരില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ നല്ലതേ വരുമെന്ന് പറയുന്നത്? ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അന്ന് ഇതുവരെ ചെയ്തതും എന്നും ചിലപ്പോൾ അങ്ങനെ ചെയ്യുകയും ചെയ്യും. ഒരു 5 വർഷം കൂടെ വരണം എന്ന് ആഗ്രഹം ഉണ്ടാവും? ഉണ്ട്, 100%. എന്തുകൊണ്ടാണ് അങ്ങനെ വരണം? വന്നാലേ ഈടെ നിലവിൽ പാസ്സാക്കിയ പലതും പാസ്സാവും, അല്ലെങ്കിൽ എല്ലാം കട്ടാവും. അത് ഉറപ്പാണ്. എങ്ങനെ ഈ ഭരണത്തെ കുറിച്ച് വിലയിരുത്തുന്നത്? ഭരണം ഇതുപോലത്തെ ഭരണം കേരളത്തിൽ പിന്നെ കുറേ മുമ്പ് 57 ഉണ്ടായി. പക്ഷെ അതിന് ശേഷം കേരളത്തിൽ ഇതുപോലത്തെ ഒരു ഭരണം നല്ലൊരു ഭരണം വന്നിട്ടില്ല. വീണ്ടും വരണം എന്നാണ് നിങ്ങൾ പറയുന്നത്? വരണം. വന്നാലേ സാധാരണക്കാരനെ രക്ഷയുള്ളൂ. നല്ല ഭരണം, നല്ല എന്തുകൊണ്ടും നല്ലൊരു ഭരണമായിട്ടാണ് തോന്നുന്നത്. ചേട്ടൻ്റെ ഭരണം നല്ലതായിട്ടാണ് നമുക്ക് തോന്നിയത്. പിന്നെ വികസനത്തിന്റെ കാര്യത്തിലും പിന്നെ മറ്റേ തൊഴിലാളികൾക്ക് വേണ്ടുന്നതും എല്ലാം നല്ല രീതിയിൽ നല്ല പ്രവർത്തനമായിട്ട് കാണുന്നു. വിജയേട്ടൻ ഒരു തവണ കൂടെ ഇനി മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ഒരു പ്രാവശ്യം കൂടി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ നാട്ടിന്റെ വികസനവും ഒരു കെട്ടുറപ്പോട് കൂടി കൊണ്ടുപോകാൻ കഴിയും. വിജയേട്ടനെ പേഴ്സണലി അറിയോ നിങ്ങൾക്ക്? പേഴ്സണലായിട്ട് ഇങ്ങനെ അറിയുന്നേ ഉള്ളൂ. എങ്ങനെയാണ് വിജയേട്ടൻ? വിജയേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. എല്ലാവരോടും നല്ല പെരുമാറ്റം, നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ വിലയിരുത്താൻ കാരണം? നല്ലൊരു പെരുമാറ്റം. ചെറുപ്പത്തിലെ പാർട്ടിയിൽ പിന്നെ SFI പോലോട്ട് നല്ല വർക്ക്, നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചൊരു നേതാവ് എന്നുള്ള ആൾക്കാണ്. പാവങ്ങളുടെ കാര്യത്തിലൊക്കെ വലിയ രീതിയിലേക്ക് അദ്ദേഹം തീരുമാനം എടുക്കുമായിരുന്നു. പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങേയറ്റം പ്രവർത്തിക്കുന്ന ഒരാളാണ്. SFIയിൽ വർക്ക് ചെയ്യുന്ന സമയത്തായാലും പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുന്നതായാലും പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊണ്ടത്. ചേട്ടനോ കുട്ടിയോട് പറയാനുള്ളത് പറഞ്ഞാൽ വിചാരം നല്ല ഭരണം കാഴ്ച വെക്കുന്നുണ്ട്, സഹായം ചെയ്യുന്നുണ്ട്. അത് തന്നെ. വെറുതെ എന്താണ് അങ്ങനെ പറയാൻ കാരണം? പറയാൻ കാരണം അനുഭവത്തിലുള്ളതുകൊണ്ട്. അനുഭവപ്പെട്ടതുകൊണ്ടാ പറയുന്നത്. അനുഭവപ്പെട്ടോണ്ടാ പറയുന്നത്. ആരായിരുന്നു പിണറായി വിജയൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ വിളിപ്പേരുള്ള വിജയേട്ടൻ? പിണറായി വിജയന്റെ നാട്ടിലെ ആളുകളുടെ, അതായത് പിണറായിയിലെ ആളുകളുടെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോയത്. വലിയ രീതിയിലേക്കാണ് പിണറായി വിജയൻ എന്ന വ്യക്തിയെ കുറിച്ച് ഞങ്ങളുടെ വിജയേട്ടൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. നന്ദി, നമസ്കാരം.